എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ജാസ്മിൻ ഫ്ലവർ വെച്ചിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ. ജാസ്മിൻ ഫ്ലവർ എടുത്തിട്ടുണ്ട്, മുല്ലമുട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്, ഒപ്പം നമ്മുടെ ലക്ഷ്മി കോയിൻ എടുത്തിട്ടുണ്ട്, ഒപ്പം നമ്മുടെ സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്. അതായത് ക്ലിപ്പ് സ്റ്റോൺ അല്ല, നമ്മുടെ കുന്തൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഫെൽറ്റ് ഷീറ്റ് എടുത്തു, റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടു. ആ റൗണ്ട് ഷേപ്പ് നിങ്ങൾക്ക് എത്ര വലുപ്പത്തിൽ വേണോ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അത് ഒരു സർക്കിളിൻ്റെ ഷേപ്പിൽ തന്നെ ആ എഡ്ജില്ലേ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു. ആ ഗ്ലൂ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഈ കോയിൻ വെക്കുക. ഈ കോയിൻ അല്ല നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് കുന്തൻ സ്റ്റോൺ അവിടെ വയ്ക്കാം. അത് നിങ്ങൾക്ക് ഏതാണ് വേണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് റോയിൽ ഏത് വയ്ക്കാം. ആദ്യം ഈ നമ്മുടെ ജാസ്മിൻ ഫ്ലവർ വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ആക്യുറേറ്റ് ആയിട്ട് അവിടെ വയ്ക്കാൻ തോന്നുന്നത് അത് നിങ്ങൾക്ക് വയ്ക്കാം. കണ്ടോ, വളരെ സിമ്പിളാണ്. ആ ഒരു ലെയർ വയ്ക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. പക്ഷേ ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. നിങ്ങൾ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നാലേ ഇത് ഇളകി വരാതിരിക്കുകയുള്ളൂ കേട്ടോ. ഇതൊന്നും നല്ല ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഇളകി വരത്തില്ല. ഇനി അടുത്ത് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്ത് ചെയ്യുക, അതിനുശേഷം നമ്മൾ ജാസ്മിൻ ബഡ് വയ്ക്കുന്നു. അതിന് വേണ്ടി അതിൻ്റെ അകത്ത് ഉണ്ടില്ലേ, ആ ഒരു ഇത് കട്ട് ചെയ്ത് മാറ്റുക. കാരണം ഞാൻ സെൻറ്ററിൽ വീണ്ടും സ്റ്റോൺസ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഗ്ലൂ ഗൺ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ഗ്ലൂ ഗണ്ണല്ല, സാധാ ഗ്ലൂ ആണ്, B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇനി അതിനുശേഷം ഈ ഫ്ലവർ, ജാസ്മിൻ ഫ്ലവർ അതിൻ്റെ പുറകിൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കറക്റ്റായിട്ട് വെക്കുക. നിങ്ങൾക്ക് എത്ര ഗ്യാപ്പ് വേണമെന്നുള്ളതൊക്കെ അവിടെ നോക്കാം. നിങ്ങൾക്ക് ഒത്തിരി ഗ്യാപ്പ് സെൻറ്ററിൽ വീണ്ടും 2 ലെയറൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക വൈഡായിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. എപ്പോഴും നോക്കുക, നമ്മുടെ അവിടെ ഗ്ലൂ നല്ല രീതിയിലുണ്ടെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. ഗ്ലൂ കുറവെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുക. കാരണം ഇത് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിനൊന്ന് നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്തിട്ട് സെൻറ്ററിലേക്ക് നല്ല രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക. കണ്ടില്ല, ഇപ്പോൾ അവിടെ ഒരു കറക്റ്റ് ആ ഷേപ്പ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം സെൻറ്ററിലേക്ക് നമ്മുടെ കുന്തൻ സ്റ്റോൺ നിങ്ങൾ ഏത് കളർ എടുത്താലും പ്രശ്നമില്ല. കാരണം ജാസ്മിൻ ബഡിനോടെ എല്ലാ കളറും നമുക്ക് ഓക്കെ ആവും. ഞാൻ പിന്നെ എടുത്തിരിക്കുന്നത് ഐ ഷേപ്പിലുള്ള കുന്തനാണ് കേട്ടോ, ഗ്രീൻ കളർ. അതെ, കറക്റ്റ് സെൻറ്ററിലേക്ക് കൊടുത്തു. അതിനൊന്ന് എന്ത് ചെയ്യുക, റൗണ്ട് ചെയ്തെടുക്കുക. അതൊന്നെടുത്ത് അവിടെ ഫിക്സ് ചെയ്യാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മൾ ചിലപ്പോൾ വയ്ക്കുമ്പോൾ ആ ഗ്ലൂ അതിൽ പറ്റിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇളകി വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധയോടെ നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് വയ്ക്കുക. കുറച്ച് ക്ഷമയോടുകൂടെ അവിടെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അതിനുശേഷം നല്ല ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ സെൻറ്റർ ഒന്ന് ക്ലിയർ ആയി കിട്ടും ഇതുപോലെ. അതിനുശേഷം സെൻറ്ററിലേക്ക് നിങ്ങൾക്ക് എന്താണ് സ്റ്റോൺ വേണം, അല്ലെങ്കിൽ ഒരു ലെയർ കൂടെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ ആണെങ്കിൽ നമ്മുടെ ബീഡ്സിലൊക്കെ കൊടുക്കുന്ന ക്യാപ്പില്ലേ, ബീഡ്സൊക്കെ കോർക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ക്യാപ്പുണ്ട്. ആ ക്യാപ്പാണ് സെൻറ്ററിൽ ആദ്യം കൊടുക്കുന്നത്. ഇത് ഗോൾഡൻ ക്യാപ്പാണ്. ആ ക്യാപ്പിനകത്തേക്ക് ഒരു സ്റ്റോൺ കൊടുക്കുന്നു. അവിടെ കുറച്ചുകൂടെ ഒരു ഭംഗിക്ക് എടുത്ത് നിൽക്കും, അതിന് വേണ്ടി മാത്രം ഉണ്ടല്ലോ. അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് അവിടെ. എൻ്റെ കയ്യിൽ വേറെ ക്ലിപ്പ് സ്റ്റോൺ വലുതില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട്. അതിനുശേഷം ഓരോ ഫ്ലവറിൻ്റെയും സൈഡിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളുടെ കുന്തൻ സ്റ്റോൺ അവിടെ വെച്ച് കൊടുക്കുന്നു. ഇത് ഏത് കളർ, ഞാനിപ്പോൾ ഗ്രീനാണ് ചെയ്തത്, ബ്ലൂ ചെയ്താലും ഏത് കളർ ചെയ്താലും വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. നല്ല സിമ്പിളായിട്ട് എടുത്ത് വെച്ചാലും അത് നമ്മളെ കൈ കൊണ്ട് വയ്ക്കാൻ പറ്റും. ഞാൻ നോക്കിയിട്ട്, കാരണം ചില സമയത്ത് നമുക്കത് ഫാസ്റ്റായിട്ട് എടുത്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കൈ കൊണ്ടാണ് എടുത്ത് വെച്ചത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ചെയ്താൽ മതിയാവും. അത് ശരിക്കും പറഞ്ഞാൽ ആ കുന്തൻ സ്റ്റോൺ ഇങ്ങനെ സൈഡിൽ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ കുറച്ചുകൂടെ ഒരു ഭംഗി എടുത്ത് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുറകെ സൈഡിൽ ഒരു ലെയർ കൂടെ എന്ത് ചെയ്യാം, നമുക്ക് ജാസ്മിൻ ബഡ് കൊടുക്കാം. എനിക്ക് ഒത്തിരി വേണ്ടായിരുന്നു, അതുകൊണ്ടാണ് സിമ്പിളായിട്ട് ചെയ്യാനായിരുന്നു തന്നിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. കണ്ടോ, വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാം, എല്ലാവർക്കും വേണം ചെയ്തെടുക്കാം. നമുക്കിത് റെഡിമെയ്ഡായിട്ട് നമുക്കിപ്പോൾ കിറ്റും അവൈലബിൾ ആണ്. കാരണം ഒരു പാക്കറ്റിൽ തന്നെ ഈ ജാസ്മിൻ ബഡ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാം. കണ്ടല്ലോ, ഞാനിപ്പോൾ ചെയ്യുന്നത് ഫെൽറ്റ് ഷീറ്റ് ഒരു പീസ് ഇതുപോലെ എടുത്തു. അതിനുശേഷം
രണ്ട് സൈഡിലേക്ക് ഞാനൊരു കട്ട് കൊടുത്തതിന് ശേഷം ദേ ഇതുപോലെ. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് പുറത്തേക്കൊന്നും കാണത്തില്ല, നല്ല നീറ്റായിട്ട് നിൽക്കുക, ഒരു ഫിനിഷിങ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ട് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഫിക്സ് ചെയ്യുക. ഞാൻ പെട്ടെന്ന് അവിടെ ഇൻസ്റ്റൻ്റായിട്ട് പേസ്റ്റ് ആയിരിക്കാൻ വേണ്ടി ഞാൻ ശരിക്കും ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിച്ചത്. ഗ്ലൂ ഗണ്ണിൽ ഗ്ലൂ പെട്ടെന്ന് നന്നായിട്ട് പേസ്റ്റ് ചെയ്തു. ഇങ്ങനെയുള്ളത് പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിയിരിക്കാനായിട്ട് ഏറ്റവും നല്ലത് ഗ്ലൂ ഗണ്ണാണ് കേട്ടോ. മറ്റേത് ഇരിക്കില്ല എന്നല്ല, ഇരിക്കാൻ കുറച്ച് സമയം നമുക്ക് വെച്ചിരിക്കണം. എനിക്കത് അത്യാവശ്യമുള്ളതായിരുന്നു, അതുകൊണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്തത്. കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പുറമൊക്കെ വളരെ ഫിനിഷിംഗ് ആയിട്ട് തന്നെ നല്ല നീറ്റായിട്ടിരിക്കും. കണ്ടോ, ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തന്നെ, കണ്ടില്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതുതായി ചെയ്യുന്നവർക്കും എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ സിമ്പിളാണ് കേട്ടോ. എല്ലാവർക്കും ബൈ.